നമസ്കാരം. 2024 പുറത്തുവന്ന ഈ റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ നീറ്റ് 2026 പരീക്ഷാ പേപ്പർ ചോർച്ച തടയാൻ കഴിയുമായിരുന്നു. 2024 നീറ്റ് വിവാദം ഉണ്ടായിരുന്നു. അവിടെ പേപ്പർ ചോർച്ചയെയും ക്രമക്കേടുകളെയും കുറിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അന്ന് പരീക്ഷ മുഴുവനായി റദ്ദാക്കിയിരുന്നില്ല. എന്നാൽ ഗ്രേസ് മാർക്ക് ലഭിച്ച 1500-ലധികം വിദ്യാർത്ഥികൾക്കായി വീണ്ടും പരീക്ഷ നടത്തി. അതിനുശേഷം മുൻ ISRO ചെയർമാൻ കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ സർക്കാർ ഒരു ഉന്നതതല സമിതി രൂപീകരിക്കുകയും അവർ പരീക്ഷാ സംവിധാനം മുഴുവനായി വിലയിരുത്തുകയും ചെയ്തു. നീറ്റ്, ജി തുടങ്ങിയ പരീക്ഷകൾ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രവർത്തനങ്ങൾ മുതൽ ചോദ്യപേപ്പറിന്റെ പ്രിന്റിംഗ്, ചോദ്യപേപ്പർ സൂക്ഷിച്ചു വെക്കുന്ന ഇടങ്ങൾ, അതിന്റെ ട്രാൻസ്പോർട്ടേഷൻ, പരീക്ഷാ കേന്ദ്രങ്ങൾ, അങ്ങനെ എല്ലാം വിശകലനം ചെയ്തു. ഈ സമിതി 101 നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. പരീക്ഷാ ഹാളിൽ എത്തുന്നതിന് മുമ്പുള്ള പ്രിന്റിംഗ്, ചോദ്യപേപ്പർ സൂക്ഷിക്കുന്ന ഇടങ്ങൾ, ട്രാൻസ്പോർട്ടേഷൻ എന്നീ ഘട്ടങ്ങളിലാണ് ഫിസിക്കൽ പേപ്പർ സമ്പ്രദായത്തിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യതയുള്ളതെന്ന് സമിതി നിരീക്ഷിച്ചു. അതിനാൽ ഈ പരീക്ഷ ഓൺലൈനായി നടത്തുന്നതിനെക്കുറിച്ച് ഘട്ടം ഘട്ടമായി ചിന്തിക്കണം. അതോടൊപ്പം പേപ്പർ കൈകാര്യം ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും ജില്ലാ ഭരണകൂടത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കണം. സ്വകാര്യ പരീക്ഷാ കേന്ദ്രങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും വേണം. ഇതൊക്കെയായിരുന്നു സമിതിയുടെ നിർദ്ദേശങ്ങൾ. കൂടാതെ പാർലമെന്റ് ഒരു പ്രത്യേക നിയമവും പാസാക്കിയിരുന്നു. പബ്ലിക് എക്സാമിനേഷൻസ് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് 2024 പരീക്ഷാ ക്രമക്കേടുകൾക്കായി ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ കേന്ദ്ര നിയമമാണിത്. സംഘടിതമായ ചീറ്റിംഗ് കേസുകളിൽ 10 വർഷം വരെ തടവും കുറഞ്ഞതൊരു ₹1 കോടി പിഴയും ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. എന്നിരുന്നാലും 2026 മാർച്ചിൽ നീറ്റ് പരീക്ഷ തുടർന്നും പേനയും പേപ്പറും ഉപയോഗിച്ചുള്ള രീതിയിൽ തന്നെ നടത്താൻ ഔദ്യോഗികമായി തീരുമാനിച്ചു. ഗ്രാമീണ മേഖലകളിലും ഉൾപ്രദേശങ്ങളിലും എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യമായ ഡിജിറ്റൽ സൗകര്യങ്ങൾ ലഭ്യമല്ല എന്നതാണ് ഇതിന് കാരണമായി പറഞ്ഞത്. ഇക്കാരണത്താൽ വലിയ തോതിലുള്ള ഓൺലൈൻ പരീക്ഷ നടത്തുന്നത് നീതിയുക്തമല്ല എന്നും അത് എല്ലാവർക്കും പ്രാപ്യവുമാകില്ലെന്നും വിലയിരുത്തപ്പെട്ടു. ഇത്തവണ പരീക്ഷ നടന്നപ്പോൾ പേപ്പർ കൊണ്ടുപോകാൻ GPS ട്രാക്കിംഗ്, കേന്ദ്രങ്ങളിൽ AI അധിഷ്ഠിത CCTV നിരീക്ഷണം, ബയോമെട്രിക് വെരിഫിക്കേഷൻ തുടങ്ങിയ അധിക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എങ്കിലും മെയ് 7-ന് രാജസ്ഥാനിൽ ചോദ്യപേപ്പർ ചോർച്ച സംഭവിച്ചു. റിപ്പോർട്ടുകൾ പ്രകാരം യഥാർത്ഥ ചോദ്യപേപ്പറിലെ 180 ചോദ്യങ്ങളിൽ 120 എണ്ണവും രാജസ്ഥാനിൽ പ്രചരിച്ച ആ പേപ്പറിൽ ഉണ്ടായിരുന്നു. ഇത് ചോദ്യപേപ്പർ ചോർന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുകയും മെയ് 12-ന് നീറ്റ് പരീക്ഷ മുഴുവനായി റദ്ദാക്കുകയും ചെയ്തു. പരീക്ഷാ സംവിധാനങ്ങൾ എങ്ങനെ സുരക്ഷിതമാക്കാം, അല്ലെങ്കിൽ ഏത് നിർദ്ദേശമാണ് നടപ്പിലാക്കേണ്ടത് എന്നത് പൗരന്മാരുടെ ഉത്തരവാദിത്തമല്ല. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ മറ്റെന്ത് വഴിയാണുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. പബ്ലിക് പോളിസിയെക്കുറിച്ചും മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുമുള്ള വിശകലനത്തിനായി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. താങ്ക് യു.